ഒരു ദിവസത്തേക്കായി ഇനി ഒരുപാട് പണം ചിലവഴിക്കേണ്ട. വിവാഹ വസ്ത്രങ്ങളും ആഭരണങ്ങളും മിതമായ നിരക്കിൽ വാടകയ്ക്ക് ലഭിക്കുന്ന എറ ഡ്രീം കിഡ്സ് എന്ന സ്ഥാപനം വടക്കാഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. സേവർ ചിറ്റപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. സീരിയൽ ആർട്ടിസ്റ്റ് കൃഷ്ണേന്ദു മുഖ്യ അതിഥിയായിരുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ആദ്യ വിൽപ്പന നിർവഹിച്ചു. വടക്കാഞ്ചേരി മെയിൻ റോഡിൽ ലാമിയ സിൽക്സിന് സമീപത്താണ് പുതിയ സ്ഥാപനം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട നമ്പർ 8921862766 9995673426. കരുവന്നൂരിലെ പട്ടിണി പാവങ്ങളുടെ പണം തട്ടിയെടുത്തവർക്കെതിരെ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് വ്യക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂരിൽ പുതുതായി നിർമ്മിച്ച BJP ജില്ലാ കാര്യാലയം നവോഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കലാശക്കോട്ടിനുള്ള ഒരു തിരിയാണ് സുരേന്ദ്രൻ ഇവിടെ തെളിയിച്ചങ്ങോട്ട് വിട്ടത്. അപ്പൊ അതിന്റെ ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ട് അതിൽ കടിച്ചു തൂങ്ങി ഞാൻ പൊട്ടിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഗർഭം കലക്കിയുള്ളായിരിക്കും. അതുകൊണ്ടൊന്നും പറയുന്നത് ബഹുമാനീയനായ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ സമാന മതവിചാര ചിന്താഗതിയുള്ള പടയാളികൾക്കും നല്ല വയറ് നിറച്ച് സുരേന്ദ്രൻ കൊടുത്തിട്ടുണ്ട്. അതിനോട് ഞാൻ യോജിക്കുന്നു. അതിനോട് യോജിക്കുന്ന ഒരു സമൂഹം കേരളത്തില്, അവർക്ക് ഭാരതത്തിലെ അതുപോലെയുള്ള സമാനമായ ചിന്താഗതിയുള്ള വിശ്വാസികൾക്കും എല്ലാം കേരളത്തില് ചിന്താഗതിക്കാർ സനാതന ധർമ്മത്തിന് വമ്പിച്ച പിന്തുണ നൽകിക്കൊണ്ട് തന്നെ ഇതിനുള്ള മറുപടി കൊടുത്തോളൂ. 26-നെ കുറിച്ച് ആർക്കും ആശങ്കയൊന്നും വേണ്ട. ഇവിടെ തൃശ്ശൂരിൽ നിന്നുകൊണ്ട് ഞാൻ പറയും, ഇത് തൃശ്ശൂരിങ്ങെടുക്കുക എന്ന് പറഞ്ഞതിന് ഒരു വലിയ അനുഗ്രഹമായി ഈ ക്ഷേത്രം നമ്മളെ സഹായിച്ചെങ്കിൽ, അനുഗ്രഹിച്ചെങ്കിൽ ഇന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ എടുത്തു വാരി കൂട്ടുന്നതിനുള്ള അനുഗ്രഹം കൂടി ഈ ക്ഷേത്രത്തിൽ ഞാനെങ്ങനെയാണ് കാണുന്നത്. എല്ലാത്തിനും ഒരു ദൈവികത ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നമ്മളൊക്കെ കണക്കൂട്ടുന്നതിനപ്പുറം വലിയ നിശ്ചയങ്ങൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. വിവാഹത്തിന്റെ കാര്യത്തിൽ പറയുന്നത് പോലെ marriages are decided in heaven and so is success. വിജയങ്ങളെല്ലാം അവിടെ കുറിച്ച് വെച്ചിരിക്കുന്നു. ആ വിജയങ്ങളെല്ലാം സംഭവിക്കും. കാലതാമസം ഉണ്ടാവും. 1-ലും തോറ്റ്, 2-ലും തോറ്റ്, 3-ൽ തോൽപ്പിക്കാൻ വന്ന ഒരു ചരിത്രം ഈ ക്ഷേത്രത്തിന് കുറിക്കാനായെങ്കിൽ അതിനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അവരുടെ ഇതിന് പൂരം ഉണ്ടാക്കിയിട്ടാണ്, അല്ലെങ്കിൽ കിരീടം ഉണ്ടാക്കിയിട്ടാണ്, ഗോപിയാശാനെ ഉണ്ടാക്കിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് അവർക്ക് ആകപ്പാടും പകർച്ചയാണ്. ജനങ്ങൾ ഇത് വിജയമായി കണ്ടു. ഇത് വിജയമല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ പട്ടിണി പാവങ്ങളുടെ ചോര പണം തുരന്നെടുത്തുകൊണ്ട് പോയവന്മാരെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൃശ്ശൂരിലെ ജനങ്ങൾ വഴി കേരളത്തിലെ ജനത അതിനെയും തുടരും. നിങ്ങൾ ഈ പൂരവും കിരീടവും ഗോപിയാശാനും ഒന്നും സംസാരിക്കാതെ കരുവന്നൂര് മാത്രം സംസാരിക്കും. കരുവന്നൂരിന് മാത്രം നിങ്ങൾ ആ പാവങ്ങൾക്ക് ഉത്തരം നൽകാൻ, സാന്ത്വനമേകാൻ നിങ്ങൾ ശ്രമിക്കും എന്ന് ഞാൻ പറയുമെങ്കിലും ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ സാന്ത്വനം അവർക്ക് ഏകാനുള്ള ഭാഗ്യം ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ടാവണേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതൊന്നും ചെയ്യാൻ സാധിക്കരുത്. കൂടുതലൊന്നും പറയുന്നില്ല. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായാലും തൃശ്ശൂർ ജില്ല ഇന്ന് കേരളത്തിലെ മുഴുവൻ സമ്മതിദായകർക്കും വിവിധ മണ്ഡലങ്ങൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിനായാലും ഒരു ആവേശമാണ്, ഒരു സന്ദേശമായിട്ട് അവരത് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടുന്ന നല്ല ശുദ്ധമായ ആത്മാർത്ഥമായ പണിയെടുക്കുന്നതിന് വേണ്ടി
മാത്രമുള്ള ശീതീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ചൂടുകാലത്ത് കയറി നമുക്ക് ഇരുന്ന് സുഖിക്കാനുള്ളതല്ല എന്ന് പറയുന്ന വലിയ സന്ദേശം കൂടിയുണ്ട്. നല്ലതുപോലെ തൃശ്ശൂരിന് വേണ്ടി എങ്ങനെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പൊരുതിയോ അതിൻ്റെ ഒരു 10 ഇരട്ടി എഫേർട്ട് നമ്മൾ പുഷ് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. ആത്മാർത്ഥമായ പ്രയത്നം ഉണ്ടാക്കുന്ന എല്ലാവർക്കും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കാനും പോസിറ്റീവായിട്ട് പ്രവർത്തിക്കാനും പോസിറ്റീവ് റിസൾട്ട്സ് മാത്രം നമുക്ക് കൊയ്തെടുക്കുവാനുമുള്ള മനസ്ഥിതി, ക്ലാരിറ്റി ഓഫ് മൈൻഡ്, അത് ഈ ഗൃഹത്തിലേക്ക് കടക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവണം എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങളെല്ലാം അനീഷും സുരേന്ദ്രനും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമുക്ക് ആവേശമായി ഒരു കയ്യടിയിൽ അവസാനിപ്പിച്ച് തീർത്ത് കളയരുത്. ഇതെല്ലാം മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഇട്ടുകൊണ്ട് പോകണോ ഇടാതെ പോകണോ എന്നൊക്കെ ഉള്ളത് അവരവരുടെ കാര്യങ്ങളിൽ അങ്ങ് തീരുമാനിച്ചാൽ മതി. നമ്മുടെ കാര്യത്തിൽ തീരുമാനിക്കേണ്ടതില്ല, അത് ഞങ്ങൾ തീരുമാനിക്കും എന്ന് മാത്രം അറിയിച്ചിരിക്കുന്നു. എല്ലാവർക്കും പ്രാർത്ഥന. തൃശൂരിൽ NDA ജയിച്ചത് പൂരം ഉണ്ടാക്കിയിട്ടാണ്, കിരീടം ഉണ്ടാക്കിയിട്ടാണ്, ഗോപി അശാനെ ഉണ്ടാക്കിയിട്ടാണ് എന്നൊക്കെ പറയുന്നത് ആകപ്പാടെ പേടിച്ചിട്ടാണ്. ക്ഷേത്രങ്ങളിൽ എങ്ങനെ കയറണം, എങ്ങനെ ഇറങ്ങണം എന്നെല്ലാം ഭക്തർക്കറിയാമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ആർക്കും ആശങ്ക വേണ്ട. തൃശൂർ ഇങ്ങെടുക്കുക എന്ന് പറഞ്ഞത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാരിക്കൂട്ടാനാണ് പോകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. BJPയുടെ ഏറ്റവും വലിയ കാര്യാലയമാണ് തൃശൂരിൽ മന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തത്. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ് കുമാർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. RSS പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് KV ശ്രീധരൻ, C സദാനന്ദൻ, അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ, A നാഗേഷ്, B രാധാകൃഷ്ണ മേനോൻ, ഷാജുമോൻ വട്ടേക്കാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.